എങ്ങനെയായിരുന്നു വെടിയേറ്റു മരിച്ച ചാർലി കിർക്ക്? ട്രംപുമായുള്ള അയാളുടെ ബന്ധമെന്ത്? വലതുപക്ഷ ആക്ടിവിസ്റ്റായ കിർക്ക് എങ്ങനെയാണ് ട്രംപിന്റെ ആരാധകനായത്? അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനമുള്ള യുവ നേതാക്കളിൽ ഒരാളായിരുന്നു ബുധനാഴ്ച അമേരിക്കയിൽ വെടിയേറ്റു മരിച്ച ചാർലി കിർക്ക്. വെറും 31-ാം വയസ്സിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തും ശക്തമായ ഖ്യാതി നേടിയിരുന്നു. മരണത്തിന് തൊട്ടു മുൻപ് വരെ തന്റെ പ്രസംഗത്തിലൂടെ യുവാക്കളെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിശിത വിമർശകൻ കൂടിയായിരുന്ന ചാർലി വംശം, ലിംഗഭേദം, കുടിയേറ്റം എന്നിവയെ ചൊല്ലിയുള്ള സാംസ്കാരിക യുദ്ധങ്ങളിൽ സ്വയം മുഴുകി. ചാർലിയുടെ പ്രകോപനപരമായ ശൈലി അദ്ദേഹത്തിന് വിശ്വസ്തരായ പിന്തുണക്കാരെയും അതേസമയം കടുത്ത എതിർപ്പും നേടിക്കൊടുത്തു. പ്രസിഡന്റിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ചാർലി കിർക്ക്. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിരവധി യുവ വോട്ടർമാരെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നതിന് ട്രംപ് പലപ്പോഴും ചാർലി കിർക്കിനെ പ്രശംസിച്ചിരുന്നു. 18 വയസ്സുള്ളപ്പോഴാണ് ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയ്ക്ക് ചാർലിയും വില്യം മോണ്ടോക്മെരിയും ചേർന്ന് രൂപം നൽകിയത്. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. കുടുംബമൂല്യങ്ങൾ, സ്വതന്ത്ര വിപണി, ക്രിസ്ത്യൻ നാഷണലിസം തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഈ സംഘടന ആരംഭിച്ചത്. നിലവിൽ അമേരിക്കയിലെ 850 കോളേജുകളിൽ സംഘടനയ്ക്ക് ഘടകങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തതിൽ ചാർലി കിർക്കിനും ടേണിംഗ് പോയിന്റ് USAയ്ക്കും നിർണായകമായ പങ്കുണ്ടായിരുന്നു. 10,000-കണക്കിന് പുതിയ വോട്ടർമാരെ ചേർത്ത് അരിസോണ സംസ്ഥാനം ട്രംപിന് അനുകൂലമാക്കുന്നതിലും ചാർലി വലിയ പങ്കാണ് വഹിച്ചത്. വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ട്രംപുമായി അടുപ്പിക്കുന്നതിലും ചാർലി തന്നെയായിരുന്നു പ്രധാനി. അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ മറ്റാർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു ട്രംപിന്റെ അനുശോചനക്കുറിപ്പ്. ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ചാർലി കിർക്ക് മാറി. ട്രംപിന്റെ വിജയാഘോഷ ചടങ്ങിലെയും പ്രധാന ശ്രദ്ധാകേന്ദ്രമായി കിർക്ക് മാറി. പിന്നീട് വൈറ്റ് ഹൌസിൽ നിരന്തരം സന്ദർശനം നടത്താറുണ്ടായിരുന്നു. ഗ്രീൻലാൻഡിനെ അമേരിക്കൻ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള ട്രംപിന്റെ ഇടപെടലുകളിലും സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. ചാർലി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വാക്കോടെയാണ് ട്രംപ് തന്റെ അനുശോചന സന്ദേശം അവസാനിപ്പിക്കുന്നത്. ആ വാക്കുകളിലുണ്ട് നഷ്ടമായത് എത്രത്തോളം പ്രിയപ്പെട്ടവനെയാണെന്ന്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹതകളിൽ ഉടനടി പരിഹാരമുണ്ടാകുമെന്ന് കരുതാം.